ഹായ് ആൾ. നമ്മുടെ സാനിറ്ററി കെമിസ്ട്രിയിലെ സിലബസിലെ 9th മൊഡ്യൂളിലെ സീവേജ് ട്രീറ്റ്മെന്റ് എന്ന ടോപ്പിക്കാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോ ഫസ്റ്റ് എന്താണ് നമുക്ക് സീവേജ് എന്ന് നോക്കാം. എന്താ സീവേജ് എന്ന് പറഞ്ഞാല്? സീവേജ് റെഫേഴ്സ് ടു ദ ലിക്വിഡ് വേസ്റ്റ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ കമ്മ്യൂണിറ്റീസ്. അതായത് പൊതുവെ നമ്മൾ സീവേജ് എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡ് വേസ്റ്റിനെയാണ്. ഓക്കെ. This waste material can consist of various substances including domestic sewage effluents from residential areas and industrial liquid waste. അപ്പോൾ ഈ സീവേജ് എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് വേസ്റ്റ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ സാധാരണ സീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീവേജിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും? ഇൻക്ലൂഡിങ് ഡൊമസ്റ്റിക് സീവേജ് എഫ്ലുവൻസ്, നമ്മുടെ ഡൊമസ്റ്റിക് സീവേജ് ഉണ്ടായിരിക്കും ഫ്രം റെസിഡൻഷ്യൽ ഏരിയാസ്. ഓക്കെ. ദെൻ ഇൻഡസ്ട്രിയൽ ലിക്വിഡ് വേസ്റ്റ്. അപ്പൊ ഇൻഡസ്ട്രിയൽ ലിക്വിഡ് വേസ്റ്റ്, ദെൻ ഡൊമസ്റ്റിക് സീവേജ് എഫ്ലുവൻസ്. ഓക്കെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ സാധാരണ സീവേജ് എന്ന് പറയുന്നത്. നമ്മൾ ഡൊമസ്റ്റിക് സീവേജിൽ എന്തെല്ലാം ഉൾപ്പെടും? ഡൊമസ്റ്റിക് സീവേജ് എഫ്ലുവൻസ് ടിപ്പിക്കലി ഒറിജിനേറ്റ് ഫ്രം ഹൗസ് ഹോൾഡ് ആൻഡ് may contain a variety of organic and inorganic materials. നമ്മുടെ ഹൗസ് ഹോൾഡ്സിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന എഫ്ലുവൻസ് ആണ് നമ്മുടെ ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറയുന്നത്. അപ്പോ അതിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും? ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ദെൻ ഹ്യൂമൻ വേസ്റ്റ് ഉണ്ടായിരിക്കും, നമ്മുടെ ഫീക്കൽ മാറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. ദെൻ ഫുഡ് സ്ക്രാപ്സ് ഉണ്ടായിരിക്കും, ക്ലീനിങ് കെമിക്കൽസ് ഉണ്ടായിരിക്കും ആൻഡ് അതർ പൊല്യൂട്ടൻസ്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡൊമസ്റ്റിക് സീവേജ് എഫ്ലുവൻസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സിലബസിൽ സീവേജിന് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എന്നൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷെ അതിനു മുന്നേ നമുക്ക് ഒരു സീവേജ് എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ. ദെൻ ഇൻഡസ്ട്രിയൽ ലിക്വിഡ് വേസ്റ്റിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും? ഇൻഡസ്ട്രിയൽ ലിക്വിഡ് വേസ്റ്റ് മേ ഇൻക്ലൂഡ് ബൈ പ്രോഡക്റ്റ് ഫ്രം മാനുഫാക്ചറിങ് പ്രോസസ്. നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ് വഴി പുറന്തള്ളപ്പെടുന്ന ലിക്വിഡ് വേസ്റ്റ് ഉണ്ടായിരിക്കും, കെമിക്കൽസ് ഉണ്ടായിരിക്കും, then ഹെവി മെറ്റൽസ് ഉണ്ടായിരിക്കും ആൻഡ് അതർ കണ്ടാമിനേറ്റ്സ് ദാറ്റ് ക്യാൻ പോസ് എ റിസ്ക് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവിയോൺമെന്റ്. നമ്മുടെ എൻവിയോൺമെന്റിനും നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനൊക്കെ ഒരുപാട് റിസ്ക് കോസ് ചെയ്യുന്ന ഒരുപാട് കണ്ടാമിനൻസ് എന്തിലുണ്ടായിരിക്കും? നമ്മുടെ ഇൻഡസ്ട്രിയൽ ലിക്വിഡ് വേസ്റ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ. then എന്താണ്? Sewage treatment processes typically involve physical, chemical and biological process to remove contaminants and reduce the environmental impact of the waste. അപ്പൊ നമ്മുടെ ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ ഒരുപാട് ഫിസിക്കൽ മെത്തേഡ്സ് വരുന്നുണ്ട്, കെമിക്കൽ മെത്തേഡ്സ് വരുന്നുണ്ട്, then എന്തുണ്ട്? ബയോളജിക്കൽ പ്രോസസ് ഒക്കെ നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ വരുന്നുണ്ട്. Proper management of sewage is critical for public health and environmental protection. അപ്പോൾ ഇങ്ങനെ ഈ സീവേജിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യല് വളരെ അത്യാവശ്യമാണ്. ഓക്കെ. അൺട്രീറ്റഡ് സീവേജ് ക്യാൻ പോസ് എ സിഗ്നിഫിക്കന്റ് റിസ്ക് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എക്കോസിസ്റ്റം. അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടാത്ത സീവേജ് നമ്മുടെ എൻവിയോൺമെന്റിനും നമ്മുടെ എക്കോസിസ്റ്റത്തിനും നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനൊക്കെ വളരെയധികം അപകടമാണ്. ഓക്കെ. ഇതിന് എന്തൊക്കെയാണ് ഒരു സീവേജിന്റെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് നോക്കാം. അപ്പോ സീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് വേസ്റ്റ് ആണ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്മ്യൂണിറ്റീസ് എസ്പെഷ്യലി ഫ്രം എവിടുന്ന്? നമ്മുടെ ഡൊമസ്റ്റിക് വേസ്റ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഓക്കെ. ദെൻ എന്തൊക്കെയാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടെമ്പറേച്ചർ. The temperature of sewage depend upon season. However, temperature is slightly higher than that of groundwater. നമ്മുടെ നോർമൽ വാട്ടറിനേക്കാൾ സീവേജിന് എന്തുണ്ടായിരിക്കും? ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി ഹയർ ആയിരിക്കും. അതിന്റെ കാരണം എന്താണ്? ഹൈ ടെമ്പറേച്ചർ ഓഫ് സീവേജ് ഈസ് ഡ്യൂ ടു എവല്യൂഷൻ ഓഫ് ഹീറ്റ് ഡ്യൂറിംഗ് ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ സീവേജ്. നമ്മുടെ സീവേജിൽ ഒരുപാട് ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ഡികമ്പോസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ അതിന്റെ തൽഫലമായിട്ട് ഈ ഓർഗാനിക് മാറ്ററിന്റെ ഡികമ്പോസിഷൻ വഴി നമ്മുടെ സീവേജിന്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും? നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിനേക്കാൾ സ്ലൈറ്റ്ലി ഹയർ ആയിരിക്കും. ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണ് കളറ്. സീവേജിന്റെ കളർ എന്താണ്? The color of sewage indicates its strength and age. നമുക്കൊരു സീവേജിന്റെ കളർ നോക്കിയിട്ട് അതിന്റെ ഏജും അതിന്റെ സ്ട്രെങ്ത്തും ഒക്കെ അത് എത്രത്തോളം മലിനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഫ്രഷ് ഡൊമസ്റ്റിക് സീവേജ് ഈസ് ഗ്രേ ഇൻ കളർ.
അതായത് നല്ല ഇപ്പൊ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അല്ലെങ്കിൽ ഫീക്കൽ മാറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഡൊമസ്റ്റിക് സീവേജ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ഗ്രേ കളർ ആയിരിക്കും. ബട്ട് സെപ്റ്റിക് സീവേജ് ഈസ് ഡാർക്ക് ഇൻ കളർ. ഇപ്പോ ഫീക്കൽ മാറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഡൊമസ്റ്റിക് സീവേജ് ആണെങ്കിൽ അതിന്റെ കളർ ഗ്രേ കളർ ആയിരിക്കും. എന്നാൽ ഇഫ് ഫീക്കൽ മാറ്റേഴ്സ് ആർ പ്രസന്റ്, ദ സീവേജ് ബിക്കം ഡാർക്ക് ഇൻ കളർ. Then when industrial effluent is mixed, it give characteristics color to the sewage. ഇപ്പൊ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് നമ്മുടെ സീവേജുമായിട്ട് മിക്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ സീവേജിന് വേറെ കളർ ആയിരിക്കും. ഓക്കെ. ദെൻ ഓർഡർ. ഫ്രഷ് ഡൊമസ്റ്റിക് സീവേജ് ഈസ് ആൾമോസ്റ്റ് ഓർഡർലെസ്. ഓക്കെ. അതായത് ഇപ്പൊ അധികം പൊല്യൂട്ടഡ് അല്ലാത്ത സാധാ നോർമൽ സീവേജ് ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും? അത് ഓർഡർലെസ് ആയിരിക്കും. പക്ഷേ സെപ്റ്റിക് ഓർ സ്റ്റെയിൽ സീവേജ് ഈസ് putrid in order, which is due to generation of H2S during anaerobic decomposition of organic matter. അപ്പൊ നമ്മുടെ ഈ സീവേജില് ഫീക്കൽ മാറ്റേഴ്സ് ഒക്കെ പ്രസന്റ് ആണെങ്കിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ഹൈഡ്രജൻ സൾഫൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ അതിന് എന്തിന്റെ സ്മെല്ലായിരിക്കും? എന്തിന്റെ ഓർഡർ ആയിരിക്കും? നമ്മുടെ ഒരു ചീമുട്ടയുടെ ഒക്കെ ഒരു ഓർഡർ ആയിരിക്കും. വെൻ ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ് ഈസ് മിക്സഡ്, ഇറ്റ് ഗിവ് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ടു സീവേജ്. ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ആണെങ്കിൽ അതിൽ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അത് വേറൊരു തരം അതിനനുസരിച്ചുള്ള കെമിക്കൽസിന്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റിനൊക്കെ അനുസരിച്ചുള്ള വേറെ സ്മെല്ലായിരിക്കും നമുക്ക് തരിക. ഓക്കെ. ദെൻ ടർബിഡിറ്റി. ടർബിഡിറ്റി എന്താണ്? സീവേജ് ഈസ് ഹൈലി ടർബിഡ് ആണ്. ഓക്കെ. ടർബിഡിറ്റി ഓഫ് സീവേജ് ഈസ് ഡ്യൂ ടു ഡിസോൾവഡ് സബ്സ്റ്റൻസ്, കൊളോയിഡൽ മാറ്റേഴ്സ്, സസ്പെൻഡഡ് സോളിഡ്സ് ആൻഡ് മൈക്രോബിയൽ സെൽസ്. അപ്പൊ എന്തുകൊണ്ടാണ് സീവേജ് ടർബിഡായി കാണപ്പെടുന്നത്? ഡ്യൂ ടു ഡിസോൾവഡ് സബ്സ്റ്റൻസസ്. നമ്മുടെ സീവേജിൽ ഒരുപാട് ഡിസോൾവഡ് സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും, കൊളോയിഡൽ മാറ്റേഴ്സ് ഉണ്ടായിരിക്കും, സസ്പെൻഡഡ് സോളിഡ്സ് ആൻഡ് മൈക്രോബിയൽ സെൽസ് പ്രസന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സീവേജ് ഹൈലി ടർബിഡ് ആയിരിക്കും. ഓക്കെ. then അതിന്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജ് നോക്കാം. ഫസ്റ്റ് വൺ, ഓർഗാനിക് മാറ്റർ. In general, sewage contain large amount of organic matters. നമ്മുടെ സീവേജിൽ എന്തുണ്ടായിരിക്കും? ലാർജ് എമൗണ്ടിൽ ഓർഗാനിക് മാറ്റേഴ്സ് പ്രസന്റ് ആയിരിക്കും. ഹവർ എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് ആൻഡ് കണ്ടീഷൻ ഓഫ് സീവേജ്. നമ്മുടെ സീവേജ് ഏത് തരത്തിലുള്ളതാണ്, അതിന്റെ കണ്ടീഷൻസ് ഒക്കെ എന്താണ്, അതിനനുസരിച്ചിരിക്കും അതിലെ എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത്. ഓർഗാനിക് മാറ്റർ ഇൻ സീവേജ് മേ ബി ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് ഡിസോൾവഡ് സബ്സ്റ്റൻസസ്, കൊളോയിഡൽ മാറ്റേഴ്സ്, സസ്പെൻഡഡ് ഓർ സെഡിമെന്റഡ് ഫോം. ഓക്കെ. അതായത് നമ്മുടെ ഓർഗാനിക് മാറ്റർ എങ്ങനെയായിരിക്കും പ്രസന്റ് ആയിരിക്കുക നമ്മുടെ സീവേജില്? ഒന്നല്ലെങ്കിൽ ഡിസോൾവഡ് സബ്സ്റ്റൻസസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ കൊളോയിഡൽ മാറ്റേഴ്സ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സസ്പെൻഡഡ് അല്ലെങ്കിൽ ഓർ സെഡിമെന്റഡ് ഫോംസിലായിരിക്കും. then അടുത്തതാണ് ക്ലോറൈഡ്സ്. നമ്മുടെ സീവേജിൽ ഒരുപാട് ക്ലോറൈഡ്സ് പ്രസന്റ് ആയിരിക്കും. ഹ്യൂമൻ ബീങ് ഡിസ്ചാർജ് ലാർജ് എമൗണ്ട് ഓഫ് ക്ലോറൈഡ് ഇൻ ദ ഫോം ഓഫ് സോഡിയം ക്ലോറൈഡ്. നമ്മുടെ യൂറിനിലൂടെയും നമ്മുടെ സ്വെറ്റിലൂടെയൊക്കെ നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? നമ്മൾ എന്ത് പുറന്തള്ളും? നമ്മുടെ സോഡിയം ക്ലോറൈഡ് പുറന്തള്ളും. അതുകൊണ്ട് തന്നെ ഈ സീവേജിൽ, ഡൊമസ്റ്റിക് സീവേജിൽ എന്തുണ്ടായിരിക്കും? ഹയർ ലെവൽ ഓഫ് ക്ലോറൈഡ് ഉണ്ടായിരിക്കും. ഓക്കെ. then സൾഫൈറ്റ്. in sewage, sulfite in the form of hydrogen sulfide is generated during anaerobic decomposition of organic matters by anaerobic bacteria. Anaerobic ബാക്ടീരിയയുടെ അനൈറോബിക് ഡികമ്പോസിഷൻ കാരണം നമ്മുടെ സീവേജിൽ എന്തുണ്ടായിരിക്കും? ഹൈഡ്രജൻ സൾഫൈറ്റ് പ്രസന്റ് ആയിരിക്കും. ഗിവ്സ് putrid odor to sewage. നമ്മുടെ സീവേജിന് ഒരു ബാഡ് സ്മെല്ല്, ബാഡ് ഓർഡർ അത് നൽകാൻ കാരണമാകും. ഇനി ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ BOD. സീവേജ് യൂഷ്വലി അപ്പോ നമ്മുടെ സീവേജില് BODയുടെ എങ്ങനെയായിരിക്കും? ഹയർ ലെവൽ ഓഫ് BOD ഉണ്ടായിരിക്കും അല്ലെ? കാരണം എന്താണ്? ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്. അപ്പൊ ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സിന്റെ പ്രസൻസ് കാരണം നമ്മുടെ സീവേജിൽ എന്തുണ്ടായിരിക്കും? ഹൈ BOD കണ്ടന്റ് ഉണ്ടായിരിക്കും. then value of BOD ranges from 100 milligram per liter for very dilute sewage to 600 milligram per liter or more for concentrated sewage containing industrial effluents mix. അപ്പൊ നമ്മുടെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സീവേജിൽ എത്ര ഉണ്ടാവുള്ളൂ? 100 milligram per liter ഉണ്ടായിരിക്കും. then നമ്മുടെ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് മിക്സ് ആയിട്ടുള്ള സീവേജിൽ എത്ര ഉണ്ടായിരിക്കും? 600 milligram per liter ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോ BODയുടെ കണ്ടന്റ് വളരെ ഹൈ ആണ് നമ്മുടെ സീവേജിൽ ഡ്യൂ ടു പ്രസൻസ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്. then dissolved oxygen. Due to high level of microbial cells and biodegradable organic matters,
സീവേജ് ഹാവ് വെരി ലോ ലെവൽ ഓഫ് ഡിസോൾവഡ് ഓക്സിജൻ. ഈ ഡിസോൾവഡ് ഓക്സിജന്റെ അത് എങ്ങനെയായിരിക്കും? ഡിസോൾവഡ് ഓക്സിജൻ വളരെ കുറവായിരിക്കും. കാരണം എന്താണ്? നമ്മുടെ സീവേജിൽ ഹൈ ലെവൽ ഓഫ് മൈക്രോബിയൽ സെൽസും ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഓക്സിജൻ ഡിപ്ലീഷൻ വരും അല്ലെ? അത് കാരണം നമ്മുടെ ഡിഒന്റെ ലെവൽ അഥവാ ഡിസോൾവഡ് ഓക്സിജന്റെ ലെവൽ വളരെ കുറവായിരിക്കും. ഇൻ സം സീവേജ് ഡിഒ ഈസ് കംപ്ലീറ്റ്ലി ആബ്സെന്റ്. അപ്പൊ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസും ഫീക്കൽ മാറ്റേഴ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള സീവേജിൽ എന്തായിരിക്കും? നമ്മുടെ ഡിസോൾവഡ് ഓക്സിജന്റെ ലെവല് കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആയിരിക്കും. ലെവൽ ഓഫ് ഡിഒ ഡിപ്പെൻഡ്സ് ഓൺ ഏജ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സീവേജ്. ഓക്കെ, അപ്പോ ഈ ഡിസോൾവഡ് ഓക്സിജന്റെ ലെവൽ എന്ന് പറയുന്നത് ആ സീവേജിന്റെ ഏജും അതിന് എത്രത്തോളം പഴക്കമുണ്ട് അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലോ ലെവൽ ഡിസോൾവഡ് ഓക്സിജൻ ഈസ് ഓഫ് ഓക്സിജൻ ഇൻ sewage. Oxygen is only 95% soluble in sewage than lower solubility. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിസോൾവഡ് ഓക്സിജന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇതിനടുത്തതാണ് പി എച്ച്. നമ്മുടെ സീവേജ് എന്താണ്? സ്ലൈറ്റ്ലി ആൽക്കലൈൻ ഇൻ പി എച്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ പി എച്ച് എന്നാണ് പി എച്ച് കുറച്ച് ഹയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആൽക്കലൈൻ ഇൻ നേച്ചർ ആയിരിക്കും. ഇനി നൈട്രജന്റെ കാര്യമാണെങ്കിൽ ഇൻ സീവേജ് നൈട്രജൻ ഈസ് ഫൗണ്ട് ഇൻ വെറൈറ്റി ഓഫ് ഫോം ലൈക്ക് ഓർഗാനിക് നൈട്രജൻ, അമോണിയ, നൈട്രേറ്റ് എക്സെട്ര. ഓക്കെ, സീവേജില് എന്തിന്റെയൊക്കെ ഫോം? നൈട്രജൻ, അമോണിയ, നൈട്രേറ്റിനൊക്കെ പ്രസൻസിൽ നൈട്രജൻ പ്രസന്റ് ആയിരിക്കും. ഫ്രഷ് സീവേജ് മെയിൻലി കണ്ടെയ്ൻ ഓർഗാനിക് നൈട്രജൻ ആൻഡ് വെരി ലിറ്റിൽ ഇൻഓർഗാനിക് ഫോം ഓഫ് നൈട്രജൻ. ഫ്രഷ് സീവേജ് അഥവാ നമ്മുടെ ഡൊമസ്റ്റിക് സീവേജിലൊക്കെ എന്തായിരിക്കും? കണ്ടെയ്ൻ ഓർഗാനിക് നൈട്രജൻ, അതായത് കൂടുതലായിട്ടും ഓർഗാനിക് നൈട്രജൻ ആയിരിക്കും കാണപ്പെടുക. ഇൻഓർഗാനിക് നൈട്രജൻ കുറവായിരിക്കും. എന്നാൽ നമ്മുടെ സെപ്റ്റിക് സീവേജ് അഥവാ ഫീക്കൽ മാറ്റേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള സീവേജിലാണെങ്കിൽ ഹൈ ഇൻഓർഗാനിക് നൈട്രജൻ കണ്ടന്റ് ഉണ്ടായിരിക്കും. എന്നാൽ ഓർഗാനിക് നൈട്രജന്റെ അളവ് കുറവായിരിക്കും. ഓക്കെ, ഇൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ അമോണിയ, നൈട്രജൻ ഡയോക്സൈഡ് ആർ ഫൈനലി കൺവേർട്ടഡ് ടു NO3 നൈട്രൈറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റില് ഈ അമോണിയ അല്ലെങ്കിൽ നൈട്രജൻ ഡയോക്സൈഡ് ഒക്കെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അഥവാ NO3 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇനി ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അതിന്റെ കാര്യം എന്താ പറയുന്നത്? ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇൻഡിക്കേറ്റ്സ് എനർജി സ്റ്റേറ്റ് ഓഫ് സീവേജ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഓക്സിഡൈസിങ് ഓർ റെഡ്യൂസിങ് പൊട്ടൻഷ്യൽ. അതായത് ആ സീവേജിന്റെ എനർജി സ്റ്റേറ്റിനെ ഓക്സിഡൈസിങ് ഓർ റെഡ്യൂസിങ് പൊട്ടൻഷ്യലിന്റെ ടേമിൽ നമുക്ക് പറയാൻ കഴിയും. ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് വെരി വാല്യുവബിൾ ഇൻഡെക്സ് ടു മോണിറ്റർ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ. അപ്പൊ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാനിന്റെ ഇൻഡെക്സ്, വാല്യുവബിൾ ഇൻഡെക്സ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സീവേജിനെ കുറിച്ചിട്ട് നമുക്ക് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് സീവേജ്, ഏതൊക്കെ ടൈപ്സ് ആണ് ഉള്ളത്, ദെൻ അതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ അത് എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, ഒരു സീവേജിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നാണ്. അപ്പൊ കോമൺ ആയിട്ട് 4 സ്റ്റെപ്സിലൂടെ 4 സ്റ്റേജസിലൂടെയാണ് ഈ ട്രീറ്റ്മെന്റ് സീവേജ് കടന്നു പോകുന്നത്. അതിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഫസ്റ്റ് വൺ പ്രിലിമിനറി ട്രീറ്റ്മെന്റ്, സെക്കൻഡ് വൺ പ്രൈമറി ട്രീറ്റ്മെന്റ്, തേർഡ് വൺ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആൻഡ് ഫോർത്ത് വൺ ടെർഷ്യറി ട്രീറ്റ്മെന്റ്. അപ്പൊ ചില ടെക്സ്റ്റിലൊക്കെ ഈ പ്രിലിമിനറി ട്രീറ്റ്മെന്റും പ്രൈമറി ട്രീറ്റ്മെന്റിനും ഒന്നിച്ച് പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയും. എന്നാൽ ചില ടെക്സ്റ്റിൽ എന്താണ് ഈ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് വേറെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ചില ബുക്കിൽ നമ്മുടെ ഈ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് എന്ന് വരുന്നത് പ്രൈമറി ട്രീറ്റ്മെന്റിന്റെ കീഴിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ് പ്രിലിമിനറി വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്? നമുക്ക് നോക്കാം. പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ പ്രോസസ് ഓഫ് ട്രീറ്റിംഗ് വേസ്റ്റ് വാട്ടർ ഇൻ എ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ. അതായത് നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ഈ വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, അതിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രിലിമിനറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് ദ ഫിസിക്കൽ റിമൂവൽ ഓഫ് ലാർജ് സോളിഡ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാർജ് സോളിഡ്സിനെ റിമൂവ് ചെയ്യാം, അതാണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നത്. ആൻഡ് അതർ മെറ്റീരിയൽസ് ദാറ്റ് ക്യാൻ കോസ് ഡാമേജ് ടു ഡൗൺ സ്ട്രീം ട്രീറ്റ്മെന്റ് പ്രോസസ്
or interfere with the proper operation of the treatment plan. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാനിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും നമ്മുടെ വാട്ടറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അതിനൊന്നും കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വലിയ വലിയ ലാർജ് ഒബ്ജക്ട്സ് ഒക്കെ നമ്മുടെ വാട്ടറിൽ നിന്നും ഫസ്റ്റ് നീക്കം ചെയ്യണം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിലിമിനറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ആർ ടു പ്രൊട്ടക്ട് പമ്പ്സ് ആൻഡ് അതർ എക്യുപ്മെന്റ്സ്. നമ്മുടെ പമ്പ്സ് ഉണ്ടായിരിക്കും, എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഈ പ്രിലിമിനറി ട്രീറ്റ്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. prevent clogging of downstream treatment units and improve the overall efficiency of the treatment process. അപ്പോൾ ക്ലോഗിങ്ങിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാം. എന്താണ്? നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോസസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാൻസിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക എന്നതൊക്കെയാണ് നമ്മുടെ പ്രിലിമിനറി ട്രീറ്റ്മെന്റിന്റെ ഉദ്ദേശം. പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ടിപ്പിക്കലി ഇൻക്ലൂഡ് ദ ഫോളോവിങ് പ്രോസസ്. അപ്പൊ ഡിഫറെന്റ് പ്രോസസ് വഴിയാണ് നമ്മൾ ഇങ്ങനെ ഈ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ചെയ്യുക. അപ്പൊ ഏതൊക്കെയാണ് ഈ പ്രിലിമിനറി ട്രീറ്റ്മെന്റിന്റെ കീഴിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്ക്രീനിങ്. ഓക്കെ, അപ്പൊ എന്താണ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാല്? ഇൻ ദിസ് സ്റ്റെപ്പ് large objects such as sticks, racks, plastics and other debris are removed from the wastewater using screens or bar racks. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്ക്രീൻസ് അല്ലെങ്കിൽ ബാർ റാക്സ് ഒക്കെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ വാട്ടറിലുള്ള ലാർജ് ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും. എന്തൊക്കെ ഉണ്ടായിരിക്കും? സ്റ്റിക്സ് ഉണ്ടായിരിക്കും, അത് ഇങ്ങനെ വടി, അതുപോലെ ഇങ്ങനെ മരത്തടി അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതുപോലെ പ്ലാസ്റ്റിക്സ് ഉണ്ടായിരിക്കും, റാക്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ഒരു സ്ക്രീൻ വെച്ചിട്ട് അല്ലെങ്കിൽ ബാർ റാക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ദിസ് ഹെൽപ്സ് പ്രിവെന്റ് ഡാമേജ് ടു പമ്പ് ആൻഡ് എക്യുപ്മെന്റ് ഡൗൺ സ്ട്രീം. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ദ വാട്ടർ പാർട്ടിക്കിൾസ് ആൻഡ് മെനി അതർ കണ്ടാമിനൻസ് ആർ സ്മോൾ ഇനഫ് ടു പാസ് ത്രൂ ദിസ് ഫിൽട്ടർ ബട്ട് മെനി ഓഫ് ദ സസ്പെൻഡഡ് സോളിഡ്സ് ആർ നോട്ട്. അപ്പൊ നമ്മളൊരു സ്ക്രീൻ വെക്കും, ആ സ്ക്രീനിനുള്ളിലൂടെ വാട്ടർ പാസ് ചെയ്യും, പക്ഷെ വലിയ ഒബ്ജക്ട്സ് ഒക്കെ അവിടെ തങ്ങി നിൽക്കും. ദി സോളിഡ്സ് ആർ ട്രാപ്ഡ് ഇൻ ദ ഫിൽട്ടർ വേർ ദേ ക്യാൻ ബി റിമൂവ്ഡ്. അപ്പൊ ഇങ്ങനെ ഈ സ്ക്രീൻ നമ്മൾ വെക്കുമ്പോൾ അവിടെ വലിയ ഒബ്ജക്ട്സ് ഒക്കെ അവിടെ ട്രാപ്പ് ചെയ്യപ്പെടും. തന്നെ നമുക്ക് എടുത്ത് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, then raw sewage first enters the bar screen. നമ്മുടെ സീവേജ് ബാർ സ്ക്രീനിലൂടെ കടത്തിവിടും. ആഫ്റ്റർ periodic inflows the debris of raw sewage accumulates behind the bar screen. അപ്പൊ ഈ ബാർ സ്ക്രീനിൽ ഈ debris of raw sewage ഒക്കെ അവിടെ അക്യുമുലേറ്റ് ചെയ്യപ്പെടും. Then racking is necessary to pull out the debris from the screen. ഈ റാക്കിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇങ്ങനെ ഈ തങ്ങി നിന്നിട്ടുള്ള ഈ ഡെബ്രിസിനൊക്കെ റിമൂവ് ചെയ്യാൻ, സ്ക്രീനിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റാക്കിംഗ് ചെയ്യും. അറ്റ് ലാസ്റ്റ് കളക്റ്റഡ് ഡെബ്രിസസ് മസ്റ്റ് ബി ഡിസ്പോസ്ഡ് അറ്റ് വിയ ഇൻസിനറേഷൻ. അങ്ങനെ ഈ കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഡെബ്രിസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യപ്പെടണം? ഇൻസിനറേഷൻ വഴി അതിനെ നശിപ്പിച്ചു കളയും. then നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രീനേഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് ബാർ സ്ക്രീനേഴ്സ് എന്ന് പറയുന്നത്. ദ സ്ക്രീനിങ് ആൻഡ് ഫിൽറ്ററിംഗ് ഫേസ് ഈസ് എ സിമ്പിൾ മെക്കാനിക്കൽ പ്രോസസ്. ദ വേസ്റ്റ് വാട്ടർ പാസസ് ത്രൂ എ ഫിൽട്രേഷൻ മീഡിയം, ജനറലി എ ഗ്രിൽ ഓർ സെറ്റ് ഓഫ് ബാർസ്. ഇപ്പൊ ബാർ സ്ക്രീനിങ്ങിൽ എന്താണ്? ഒന്നല്ലെങ്കിൽ ഇവിടെ സെറ്റ് ഓഫ് ബാർസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രിൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദ വാട്ടർ പാർട്ടിക്കിൾസ് ആൻഡ് മെനി അതർ കണ്ടാമിനൻസ് ആർ സ്മോൾ ഇനഫ് ടു പാസ് ത്രൂ ദിസ് ഫിൽറ്റേഴ്സ്. അപ്പൊ വാട്ടറും അതർ കണ്ടാമിനൻസ് ഒക്കെ ഇതിലൂടെ, സ്മോൾ കണ്ടാമിനൻസ് ഒക്കെ ഇതിലൂടെ പാസ് ചെയ്യപ്പെടും. ബട്ട് മെനി ഓഫ് ദ സസ്പെൻഡഡ് സോളിഡ്സ് ആർ നോട്ട്. ദി സോളിഡ്സ് ആർ ട്രാപ്ഡ് ഇൻ ദ ഫിൽറ്റർ വേർ ദേ ക്യാൻ ബി റിമൂവ്ഡ്. അപ്പൊ വലിയ വലിയ സോളിഡ്സ് ഒക്കെ അവിടെ ട്രാപ്പ് ചെയ്യപ്പെടും, അതിനെ നമുക്ക് റിമൂവ് ചെയ്യപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബാർ സ്ക്രീനിങ്ങിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഇതിലൂടെ എന്താണ്? വാട്ടറും ചെറിയ ചെറിയ കണ്ടാമിനൻസ് ഒക്കെ ഇതിലൂടെ കടന്നു പോകും. നമ്മുടെ വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ തങ്ങി നിൽക്കപ്പെടും. ദെൻ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, these screens devices having uniform openings to trap the floating and settle inorganic solids. Screening of solid waste needs screeners that are available with a different pore size. അപ്പൊ ഇങ്ങനെ ഈ പോർ സൈസ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ക്രീനേഴ്സ് അവൈലബിൾ ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ പോർ സൈസ് സ്ക്രീനേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ദ ഫോളോവിങ് ടൈപ്സ്. അതായത് ഈ സ്ക്രീനേഴ്സിന്റെ പോർ സൈസ്, ഓക്കെ, അതിനിടയിലുള്ള ഗ്യാപ്പിനൊക്കെ ബേസ് ചെയ്തിട്ട് സ്ക്രീനേഴ്സിനെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ട്രാഷ് റാക്ക് ഹാവ് എ പോർ സൈസ് 1 ഇഞ്ച്. അപ്പൊ 1 ഇഞ്ച് പോർ സൈസ് ഉള്ള സ്ക്രീനിന് നമ്മൾ എന്താണ് പറയുക? ട്രാഷ് റാക്ക്. ഓക്കെ, then എന്താണ്? ട്രാഷ് റാക്ക് എന്നാണ് പറയുക. then cold screeners have an opening of 1/4 to 1 inch.
ഓക്കെ, അപ്പൊ 1/4 to 1 inches ഉള്ളതിനെ കോഴ്സ് സ്ക്രീനേഴ്സ് എന്ന് പറയും. കോഴ്സ് സ്ക്രീനേഴ്സ് എന്ന് പറയും. Then fine screeners have a pore size of 1/25 to 1/4 inch. അപ്പൊ 1/25 to 1/4 inches ആണെങ്കിൽ അതിനെ ഫൈൻ സ്ക്രീനേഴ്സ് എന്ന് പറയും. Then എന്താണ് ലെസ് ദാൻ 1/25 inches ആണെങ്കിൽ പോർ സൈസ് എങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, മൈക്രോ സ്ക്രീൻസ്. ഓക്കെ, അപ്പൊ അത്രയാണ് സ്ക്രീനിങ്ങിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാല് നമ്മൾ സ്ക്രീനേഴ്സ് വെച്ചിട്ട് ഇത് വാട്ടർ ട്രീറ്റ്മെന്റിലെ പ്രിലിമിനറി സ്റ്റെപ്സ് ആണ്. അതായത് നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റും സെക്കൻഡറിയും ടെർഷറി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രിലിമിനറി സ്റ്റെപ്സ് നമ്മൾ ചെയ്തിരിക്കണം. അത് എന്തിനാണ്, നമ്മുടെ വാട്ടറിലുള്ള വലിയ വലിയ ഒബ്ജക്ട്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിലിമിനറി സ്റ്റെപ്സ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രിലിമിനറി സ്റ്റെപ്സിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് സ്ക്രീനിങ് മെത്തേഡ്. സ്ക്രീനിങ് മെത്തേഡിൽ നമ്മൾ ബാർ സ്ക്രീൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രീൻസ് വെച്ചിട്ട് വലിയ വലിയ ഒബ്ജക്ട്സിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ദെൻ എന്താണ്, വലിയ ഒബ്ജക്ട്സ് ആ സ്ക്രീനിൽ തടഞ്ഞു നിൽക്കുകയും നമ്മുടെ വാട്ടർ മാത്രം അതിലൂടെ കടത്തിവിടുകയും ചെയ്യും. ദെൻ ഈ ഒബ്ജക്ട്സിനെ കളക്ട് ചെയ്ത് നമ്മൾ അതിനെ ഇൻസിനറേഷൻ വഴി നശിപ്പിച്ച് കളയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്ക്രീനിൽ. ദെൻ നമ്മുടെ അതിന്റെ പോൾ സൈസിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രീനേഴ്സ് ഉണ്ട്. ഓക്കെ, കോൾ സ്ക്രീനേഴ്സ്, ഫൈൻ സ്ക്രീനേഴ്സ്, മൈക്രോ സ്ക്രീനേഴ്സ്, ട്രാഷ് റാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ക്രീനേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് സ്ക്രീനിങ്ങിൽ പറയാനുള്ളത്. അടുത്ത പ്രിലിമിനറി സ്റ്റെപ്പിൽ വരുന്ന അടുത്ത മെത്തേഡ് ആണ് ഗ്രിറ്റ് റിമൂവൽ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്ക്രീനിങ് ചെയ്തു, ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രിറ്റ് റിമൂവൽ ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തിനാണ് ഗ്രിറ്റ് റിമൂവൽ ചെയ്യുന്നത്? Grit such as sand, gravel and other heavy materials are removed from the wastewater using grit chambers or vortex separator. അപ്പൊ നമ്മളിപ്പോ വലിയ വലിയ സംഭവങ്ങൾ സ്ക്രീനിങ് വഴി നമ്മൾ ചെയ്തു. ഓക്കെ, നമ്മുടെ മരക്കഷ്ണങ്ങള്, പ്ലാസ്റ്റിക് ബാഗ്സ്, റാക്സ്, അതൊക്കെ നമ്മൾ എന്ത് വഴി ചെയ്തു, സ്ക്രീനിങ് വഴി നമ്മൾ റിമൂവ് ചെയ്തു. ഇനി എന്തുണ്ടായിരിക്കും, മണല്, സാൻഡ്, ഓക്കെ, ഗ്രാവൽ, നമ്മുടെ ഈ ചരല്, മണല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ എന്ത് വഴിയാണ് റിമൂവ് ചെയ്യുക, ഗ്രിറ്റ് റിമൂവൽ വഴിയാണ് അത് നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പൊ ഗ്രിറ്റ് സച്ച് ആസ് സാൻഡ്, ഗ്രാവൽ ആൻഡ് അതർ ഹെവി മെറ്റീരിയൽസ് ആർ റിമൂവ്ഡ് ഫ്രം ദ വേസ്റ്റ് വാട്ടർ യൂസിങ് ഗ്രിറ്റ് ചാമ്പേഴ്സ് ഓർ വോർട്ടെക്സ് സെപ്പറേറ്റേഴ്സ്. അപ്പൊ ഇതിൽ എന്തുണ്ടായിരിക്കും, ഗ്രിറ്റ് ചാമ്പേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വോർട്ടെക്സ് സെപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രിറ്റ് റിമൂവൽ ചെയ്യുക. Grit removal help prevent abrasions and wear on equipments in the treatment plant. നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാന്റിലുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊന്നും കേടുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രിറ്റ് റിമൂവൽ ചെയ്യുന്നത്. വേരിയസ് മെത്തേഡ്സ് ആർ എംപ്ലോയ്ഡ് ടു റിമൂവ് ഗ്രിറ്റ് ഫ്രം വേസ്റ്റ് വാട്ടർ. അപ്പൊ ഡിഫറെന്റ് മെത്തേഡ് വഴി നമുക്ക് ഇങ്ങനെ ഗ്രിറ്റ് റിമൂവൽ ചെയ്യാം. വൺ ഓഫ് ദ കോമൺലി യൂസ്ഡ് ടെക്നിക് ഈസ് ഗ്രാവിറ്റി സെറ്റിലിംഗ്, where the flow velocity is reduced, allowing the grit to settle to the bottom. എന്ത് ചെയ്യും, നമ്മുടെ ഈ വാട്ടറിന്റെ ഫ്ലോ നമ്മൾ കുറച്ച് അതിന്റെ വെലോസിറ്റി, അതിന്റെ വാട്ടറിന്റെ ഫ്ലോ റേറ്റ് കുറച്ച് കുറക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സെറ്റിൽ ചെയ്യാൻ കുറച്ച് ടൈം അനുവദിക്കും. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഗ്രിറ്റും അങ്ങനത്തെ നമ്മുടെ സാൻഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ സെറ്റിൽ ആകപ്പെടും. ഓക്കെ, അനദർ മെത്തേഡ് ഈ സെൻട്രിഫ്യൂഗൽ സെപ്പറേഷൻ വിച്ച് യൂസ് റൊട്ടേഷണൽ ഫോഴ്സസ് ടു സെപ്പറേറ്റ് ഗ്രിറ്റ് പാർട്ടിക്കിൾ ഫ്രം ദ ലിക്വിഡ് സ്ട്രീം. അടുത്തൊരു മെത്തേഡാണ്. ഫസ്റ്റ് എന്താണ് നമ്മൾ യൂസ് ചെയ്ത്, ഗ്രാവിറ്റി സെറ്റിലിംഗ് ആണ്. ഓക്കെ, വെള്ളം നമ്മൾ കുറച്ചു നേരം അതിന്റെ ഫ്ലോ റേറ്റ് കുറച്ചിട്ട് കുറച്ചു നേരം അവിടെ അനങ്ങാതെ വെക്കും. അതുവഴി നമ്മുടെ ഈ ഗ്രിറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ എന്താണ്, സെറ്റിൽ ആകും. ഓക്കെ, അങ്ങനെ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. ദെൻ അനദർ മെത്തേഡ് എന്താണ്, സെൻട്രിഫ്യൂഗൽ സെപ്പറേഷൻ. ഈ സെൻട്രിഫ്യൂഗൽ സെപ്പറേഷൻ എന്താണ് ചെയ്യുന്നത്, റൊട്ടേഷണൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗ്രിറ്റ് പാർട്ടിക്കിൾസിനൊക്കെ കളക്ട് ചെയ്യപ്പെടും. ഓക്കെ, then the choice of grit removal method depends on the specific characteristics of the wastewater and the treatment plant's design. അപ്പൊ ഇതിൽ ഏത് മെത്തേഡാണ് ചൂസ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മുടെ ഗ്രാവിറ്റി സെറ്റിലിംഗ് മെത്തേഡ് ആണോ അഥവാ സെൻട്രിഫ്യൂഗൽ സെപ്പറേഷൻ ആണോ? ഈ രണ്ട് മെത്തേഡും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിന്റെ ഡിസൈനിങ്ങിനെയും അതുപോലെ തന്നെ ആ വേസ്റ്റ് വാട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ സ്ക്രീനിങ് കഴിഞ്ഞു, രണ്ടാമത്തെ ഗ്രിറ്റ് റിമൂവൽ കഴിഞ്ഞു. ദെൻ പ്രിലിമിനറി സ്റ്റേജിൽ വരുന്ന മൂന്നാമത്തത് എന്താണ്, പ്രീ എയറേഷൻ. സം ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് മേ ആൾസോ ഇൻക്ലൂഡ് പ്രീ എയറേഷൻ ഇൻ ദ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് സ്റ്റേജ്. അപ്പൊ എല്ലാ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിലും ഇങ്ങനെ ചെയ്യില്ല, എന്നാൽ ചില ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിൽ ചെയ്യും.
Pre-aeration involves mixing air with the wastewater to help break down solids and improve the efficiency of downstream treatment process. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ പ്രീ എയറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് വാട്ടറുമായിട്ട് എയറിനെ മിക്സ് ആക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ പെട്ടെന്ന് ബ്രേക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമ്മുടെ പ്ലാന്റ്സിന്റെ എഫിഷ്യൻസി കൂട്ടും ഇങ്ങനെ പ്രീ എയറേഷൻ ചെയ്താലും. ഓക്കെ, അപ്പൊ ഈ പ്രീ എയറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിമിനറി സ്റ്റേജിൽ വരുന്ന പ്രിലിമിനറി ട്രീറ്റ്മെന്റിൽ വരുന്ന ഒരു മെത്തേഡാണ്. ദെൻ അടുത്തതാണ് ഫ്ലോ ഈക്വലൈസേഷൻ. ഫ്ലോ ഈക്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഈക്വലൈസേഷൻ ഈസ് സംടൈംസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ടു ഈവൺ ഔട്ട് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ഫ്ലോ റേറ്റ് ആൻഡ് പൊല്യൂട്ടൻ കോൺസെൻട്രേഷൻസ് ഇൻ ദ ഇൻഫ്ലുവന്റ് വേസ്റ്റ് വാട്ടർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ എന്തിനാണ് ഈ ഫ്ലോ ഈക്വലൈസേഷൻ ചെയ്യുന്നത്? നമ്മുടെ ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ്സിൽ നമ്മൾ ഫ്ലക്ച്വേഷൻസ് ഈവൺ ഔട്ട് ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ഫ്ലോ റേറ്റ്സ് ആൻഡ് പൊല്യൂട്ടൻ കോൺസെൻട്രേഷൻ ഇൻ ദ ഇൻഫ്ലുവന്റ് വേസ്റ്റ് വാട്ടർ. നമ്മുടെ ഈ വേസ്റ്റ് വാട്ടറിലുള്ള എന്തുണ്ടായിരിക്കും? പൊല്യൂട്ടൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷനെ ഒന്ന് ഈവൺ ഔട്ട് ചെയ്യുക, ഒന്ന് ഒരുപോലെ ആക്കുക. അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ്? അതിലെ ഫ്ലക്ച്വേഷൻസിനൊക്കെ ഒന്ന് ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോ ഈക്വലൈസേഷൻ ചെയ്യുന്നത്. ദിസ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ട്രീറ്റ്മെന്റ് പ്ലാൻ. ഇങ്ങനെ ഈ ഫ്ലോ ഈക്വലൈസേഷൻ ചെയ്യുമ്പോൾ എന്തുണ്ടാകും? നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും, അതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ആകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രിലിമിനറി ട്രീറ്റ്മെന്റിൽ വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ എന്താണ് സീവേജ് എന്ന് പറഞ്ഞു. അതിന്റെ സീവേജ് എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് മാട്രിക്സ് ആണ്, അല്ലെങ്കിൽ ലിക്വിഡ് വേസ്റ്റ് ആണ്. ഓക്കെ, എവിടെ നിന്നും പുറന്തള്ളപ്പെടുന്ന? നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസ് വഴി പുറന്തള്ളുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് വഴി പുറന്തള്ളപ്പെടുന്ന ലിക്വിഡ് വേസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീവേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ സീവേജിന്റെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിന്റെ കെമിക്കൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞത്, ഏതൊക്കെ കെമിക്കൽ കണ്ടന്റ്സ് ഉണ്ടായിരിക്കും, അതിന്റെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിന് സീവേജ് ട്രീറ്റ്മെന്റിൽ 4 സ്റ്റെപ്സ് ആണുള്ളത്. പ്രിലിമിനറി ട്രീറ്റ്മെന്റ്, പ്രൈമറി ട്രീറ്റ്മെന്റ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആൻഡ് ടേർഷറി ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇപ്പൊ പ്രിലിമിനറി വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പ്രിലിമിനറി വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ്, അതിൽ വരുന്നതാണ് സ്ക്രീനിങ്, ഗ്രിറ്റ് റിമൂവൽ ഒക്കെ. അപ്പോ സ്ക്രീനിങ്ങിൽ എന്താണ് പറയുന്നത്? നമ്മുടെ ലാർജ് ഒബ്ജക്ട്സിനെ ഒരു സ്ക്രീൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ലാർജ് ഒബ്ജക്ട്സിനെ മാറ്റുന്ന പ്രക്രിയയാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ദെൻ സ്ക്രീനിങ്ങിൽ വരുന്നതാണ് ബാർ സ്ക്രീനേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രീനേഴ്സ് ഉണ്ട്. അതിന്റെ പോൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രീനേഴ്സ് ഉണ്ട്. അടുത്തതാണ് ഗ്രിറ്റ് റിമൂവൽ. ഗ്രിറ്റ് റിമൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സാൻഡ്, ഗ്രേവല് ആൻഡ് അതർ ഹെവി മെറ്റീരിയൽസിനെ ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ് ഗ്രിറ്റ് റിമൂവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഗ്രിറ്റ് റിമൂവൽ രണ്ട് മെത്തേഡ് വഴി നമുക്ക് ചെയ്യാം. ഒന്ന് ഗ്രാവിറ്റി സെറ്റിലിംഗ്, അതായത് വാട്ടറിന്റെ ഫ്ലോ വെലോസിറ്റി റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രാവിറ്റി സെറ്റിലിംഗ് വഴി ഗ്രിറ്റ് റിമൂവൽ ചെയ്യാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചിട്ട് സെൻട്രിഫ്യൂഗൽ സെപ്പറേഷൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ സോളിഡ് പാർട്ടിക്കിൾസിനെ മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയും. ദെൻ അപ്പോൾ നമ്മുടെ ഈ ഗ്രിറ്റ് റിമൂവൽ ഈ വേസ്റ്റ് വാട്ടറിന്റെ അതിന്റെ ക്യാരക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് മെത്തേഡാണ് ചൂസ് ചെയ്യേണ്ടതെന്ന്. അത് മാത്രമല്ല നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഡിസൈനും അനുസരിച്ചിരിക്കും. ഓക്കെ, ദെൻ ചില അടുത്ത മെത്തേഡാണ് പ്രീ എയറേഷൻ എന്ന് പറയുന്നത്. ചില പ്ലാന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യപ്പെടും? ഈ വേസ്റ്റ് വാട്ടർ എയറുമായിട്ട് മിക്സ് ചെയ്യും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ സോളിഡ്സ്, അതിലെ സോളിഡ് മെറ്റീരിയൽസ് നന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ഈ അടുത്ത ട്രീറ്റ്മെന്റ് പ്രോസസ്സിന്റെ ഒക്കെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകും. അടുത്തതാണ് ഫ്ലോ ഈക്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഫ്ലക്ച്വേഷൻ, ഈ ഫ്ലോ റേറ്റിലുള്ള ഫ്ലക്ച്വേഷൻസിനെ ഈവൺ ഔട്ട് ചെയ്യുക. ദെൻ നമ്മുടെ പൊല്യൂട്ടൻ കോൺസെൻട്രേഷനെ ഈവൺ ഔട്ട് ചെയ്യുക. അപ്പൊ ഇതിനൊക്കെയാണ് ഫ്ലോ ഈക്വലൈസേഷൻ എന്ന് പറയുന്നതും. ഇതും എന്തിന് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാനിന്റെ ഓവറോൾ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? നമ്മുടെ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് മെത്തേഡിൽ പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതായത് പ്രൈമറി ട്രീറ്റ്മെന്റും സെക്കൻഡറി ട്രീറ്റ്മെന്റും ടേർഷ്യറി ട്രീറ്റ്മെന്റും നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെയും എടുത്ത കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. ഇതുവരെ എടുത്ത കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.